നമസ്കാരം. കുറച്ചധികം നാളുകളായി നമ്മൾ അമ്മ നേരിട്ട് കണ്ടിട്ട്. കാണാത്തതിൽ സന്തോഷമേ ഉള്ളൂ. അച്ഛനെ മാത്രമല്ല, മകളെയും. അല്ല, ഹൈക്കോടതി സുപ്രീം കോടതി എന്നിങ്ങനെ കേസ് ബാധിച്ച് നടക്കുന്ന വലിയ വക്കീലല്ലേ? അഡ്വക്കേറ്റ് സുദർശന സാറിനിപ്പോ മോളെ ശ്രദ്ധിക്കാനൊക്കെ സമയമുണ്ടോ? അതോ തോറ്റിപ്പോ കേസിലെ വക്കീലായോ? എന്താ സംഭവം? എന്റെ അച്ഛൻ കേസിലെ വക്കീലല്ല. കേസുകളുടെ തിരക്ക് മാറ്റിവെച്ച് ഇവിടുത്തെ തമ്പുരാൻകുട്ടിയെ കാണാൻ വന്നതാ. അജയ് ഘോഷ് എന്നാ നിങ്ങളുടെ മോനെ. മോളെ, കൂടുതൽ സംസാരം വേണ്ട. ഇതുപോലെ കെട്ടിച്ചമഞ്ഞു നടക്കുന്ന അഹങ്കാരികളെ വിചാരണ ചെയ്ത് വിലപ്പെട്ട സമയം കളയാൻ അച്ഛന് നേരം കുറവാ. അച്ഛന് സംസാരിക്കാനുള്ളത് ഇവരോടല്ല, നിന്റെ ലീഗൽ ഹസ്ബൻഡ് അജയ് ഘോഷിനോടാ. നീ അവനെ വിളിക്ക്, കാണട്ടെ. അവനല്പം ബിസിയാ. പറയാനുള്ളത് എന്നോട് പറഞ്ഞാൽ മതി. ഞാൻ അജയ് ഘോഷിന്റെ അമ്മയാണ് സംസാരിക്കുന്നത്. സന്തോഷം. അജയ് ഘോഷ് ഇപ്പോഴും അമ്മിഞ്ഞു കുടിക്കുന്ന പൊടിക്കുഞ്ഞാണെന്ന് ഞാൻ അറിഞ്ഞില്ല. മുതിർന്ന പൗരനാണെന്നും എന്റെ മകളുടെ ഹസ്ബൻഡാണെന്നുമാണ് ഞാൻ കരുതിയത്. ഇത് കോടതിയല്ല സുദർശൻ വക്കീലേ. നിങ്ങളുടെ ലോ പോയിന്റും പരിഹാസവും ഒക്കെ പോക്കറ്റിൽ വെക്കുന്നതാ നല്ലത്. നിങ്ങളുടെ മകൾ വീരവാദം മുഴക്കിയിട്ട് പോയതേ മറ്റൊരുത്തനെ കല്യാണം കഴിച്ച് 10 മാസം തികയുമ്പോ അവന്റെ കുഞ്ഞുമായിട്ട് ഈ വീട്ടുമുറ്റത്ത് വരുമെന്നാ. സോറി മാഡം ഭാനുമതിയമ്മേ. പെട്ടെന്നൊരു ക്ഷോഭത്തിൽ പറഞ്ഞു പോയ വാക്കുകളൊന്നും നിയമപരമായിട്ട് നിലനിൽക്കില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ലീഗലി അവര് രണ്ടുപേരും ഇപ്പോഴും ഭാര്യ ഭർത്താക്കന്മാരാ. അതിലൊരാൾ കുറച്ച് ഒച്ച വെച്ചതുകൊണ്ടൊന്നും ഇല്ലാതാവില്ല. വളരെ സിമ്പിളായിട്ട് പറഞ്ഞ ഇന്ത്യൻ ഭരണഘടന ഇവിടെ ഉള്ളവർക്കും ബാധകമാണെന്നർത്ഥം. ഭരണഘടനയൊന്നും ഇയാൾ എന്നെ പഠിപ്പിക്കണ്ട. ഈ തറവാട്ടിലെ അജയ് ഘോഷിന് തന്റെ പാർട്ട്ണർ ആരായിരിക്കണമെന്ന് തീരുമാനിക്കാനും തിരസ്കരിക്കുവാനുള്ള അവകാശവും ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട്. മതി. അച്ഛൻ എന്നെയും കൂട്ടി ഇവിടെ വന്നത് ഇവിടത്തെ മഹാറാണിമാരുടെ വീരവാദം കേൾക്കാനല്ല, അജയ് ഘോഷിനോട് സംസാരിക്കാനാണ്. നിങ്ങൾ അജയ് ഘോഷിനെ വിളിച്ചാൽ മതി. അജയ് ഘോഷിനെ നിങ്ങൾ ഇനി കാണണ്ട. അവൻ നിങ്ങളുടെ മകളുമായി സെപ്പറേറ്റ് ആവാൻ തീരുമാനിച്ചു. ഇനി നിങ്ങൾ നിയമപ്രകാരം തന്നെ മുന്നോട്ട് പോയാൽ മതി. അത് പിന്നെ എനിക്ക് അജയിനെ കാണണം ഇപ്പൊ തന്നെ. പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? ഇനി സമയം കളയാതെ അച്ഛനും മോളും കൂടി ഇറങ്ങാൻ നോക്ക്. എന്നിട്ട് വക്കീൽ വീട്ടിൽ ചെന്ന് ആദ്യം ഈ കേസ് ഒന്ന് പഠിക്കാൻ നോക്ക്. നിങ്ങൾ ഇറങ്ങിയിട്ട് വേണോ എനിക്ക് ഈ വീടിന്റെ ഗേറ്റ് പൂട്ടാൻ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.